ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നാളത്തെ വിൻ ലോട്ടറിയുടെ ചാൻസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അക്ഷയ ലോട്ടറിയിലെ ഞായറാഴ്ച ഇന്ന് നറുക്കെടുത്ത റിസൾട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിനകത്ത് നിന്ന് നമുക്ക് എങ്ങനെ ചാൻസ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നാളത്തേക്കുള്ള ചാൻസുകൾ ഇതിനകത്ത് നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഒത്തിരി നമ്പരൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ ഏകദേശം ഒരു 1-2 ചാൻസുകൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ ഒരു നമ്പറുകൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ശ്രദ്ധിക്കുക. ഞാൻ ഒരു നമ്പർ നോട്ട് ചെയ്ത് പറയാം. അതായത് 6793 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ 1000-നകത്ത് പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 6793 അപ്പം നിങ്ങൾ ആ നമ്പർ നോട്ട് ചെയ്യുക. ആ നമ്പറിൻ്റെ നിന്ന് 1000 പ്രൈസ് വന്നിട്ടുണ്ട്. അപ്പം ആ നമ്പറിൻ്റെ തന്നെ മറ്റൊരു നമ്പറിന് ഇന്നലെ പ്രൈസ് അടിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് 6793 1000 വന്നിട്ടുണ്ട്. ഇന്നലെ ആ നമ്പർ തന്നെ മറ്റൊരു രീതിക്ക് പ്രൈസിൽ വന്നിട്ടുണ്ട്. ആ നമ്പർ ഇന്നലെ വന്നിരിക്കുന്നത് നമ്പറാണ് 9376. അതായത് ഇന്നലെ കരുണ്യ ലോട്ടറിക്കകത്ത് 9376 വന്ന നമ്പറാണ് തിരിച്ച് ഇന്ന് 1000-ൽ 6793 1000-ൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച അക്ഷയ ലോട്ടറിയിൽ 6793 1000 വന്നിട്ടുണ്ട് ആ നമ്പർ. അപ്പോൾ ഇന്നലെ 9376 500-നകത്തും വന്നിട്ടുണ്ട്. അതേ നമ്പർ തന്നെ മിനിഞ്ഞാന്ന് 2-ാം തീയതിയിൽ നിർമ്മൽ ലോട്ടറിക്കകത്തും പ്രൈസിൽ വീണിട്ടുണ്ട്. ആ നമ്പർ നിർമ്മൽ ലോട്ടറിയിൽ വീണിരിക്കുന്നത് നമുക്ക് നോക്കാം. അത് വീണിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 7963. അത് 7963 അത് നിർമ്മൽ ലോട്ടറിയിൽ പ്രൈസിൽ വീണിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 3 ദിവസമായിട്ട് അതിനിപ്പോൾ അടുപ്പിച്ച് ആ ഒരു കറക്റ്റ് നമ്പറിന് പ്രൈസ് വീഴുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നാളെയും പ്രൈസിൽ ഉണ്ടാവും. അതായത് ഈ 6793 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ നാളെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പം 7936 അല്ലെങ്കിൽ 7963 അല്ലെങ്കിൽ 7399 അങ്ങനെയൊക്കെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു നമ്പറിന് അധികമായിട്ട് പ്രാധാന്യം കൊടുത്ത് എടുക്കാൻ ശ്രമിക്കുക. വിൻ ലോട്ടറിയിൽ ആ ഒരു നമ്പറിന് നാളെ പ്രൈസ് വീഴാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നാളെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം ഈ നമ്പർ വീണിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും ഒരു 90% അടുത്ത് വീഴാൻ സാധ്യതയുള്ള നമ്പറാണ്. അതുകൊണ്ടാണത് ഇങ്ങനെ മാറിക്കേറി വരുന്നത്. അപ്പം നമ്മളോട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, പ്രൈസ് ചാൻസ് നമ്പർ പറഞ്ഞു തരൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു നമ്പർ നാളെ ഇപ്പോൾ സെറ്റൊക്കെ എടുക്കുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റൊക്കെ എടുക്കുന്ന സുഹൃത്തുക്കൾ ഈ ഒരു നമ്പർ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പർ നിങ്ങൾക്ക് ട്രൈ ചെയ്തെടുക്കാവുന്നതാണ്. 7636 7639 അക്കരയ്ക്കൊക്കെ ആയിട്ട് പ്രൈസ് വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഏത് നമ്പർ വീഴുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു നമ്പറിൻ്റെ കറക്കം എവിടെ കണ്ടാലും നിങ്ങൾ എടുക്കുക. കാരണം അത് നല്ലതുപോലെ തന്നെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ, അതായത് നിർമ്മൽ വരെ പ്രൈസ് വീണിട്ടുണ്ട്. അതിന് മുമ്പത്തെ കരുണ്യ പ്ലസിലും കൂടി നമുക്ക് നോക്കാം. അതിൻ്റെ ആ ഒരു ലോട്ടറിയിൽ പ്രൈസ് വീണിട്ടുണ്ടോ, ആ ഒരു നമ്പറിൻ്റെ കറക്കം വീണിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം കരുണ്യ പ്ലസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 500 രൂപ വരെയുള്ള പ്രൈസിനകത്ത് അത് വീണ്ടില്ല. പക്ഷേ ഇവിടെ 6379 100 രൂപ പ്രൈസ് വീണിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് ലോട്ടറിയിലെ ചാൻസ് കയറി വരുന്നത് 100 രൂപയിൽ നിന്നും മേലോട്ടാണ് കയറുന്നത്. അതായത് ആദ്യം 100-നകത്ത് വരും, അതിന് ശേഷം അത് 500-നകത്ത് അടിക്കും. 500-ൽ നിന്ന് 1000 പ്രൈസിനകത്ത് വരും. 1000-ൽ നിന്ന് 2000 വന്നിട്ട് പിന്നെയാണ് അത് 5000 കയറുന്നത്. ചിലപ്പോൾ അത് 1000-ൽ നിന്ന് ഡയറക്റ്റായിട്ട് 5000 അടിക്കും. ഇങ്ങനെ വരുന്ന നമ്പറുകളാണ് മെല്ലെ 5000-ലേക്ക് വീണ് പോകുന്നത്. അപ്പം ഇങ്ങനെ ഓരോരോ പല ട്രിക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുന്ന സുഹൃത്തുക്കളുണ്ടാവും. അപ്പോൾ അതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാധാരണ നമ്പർ, അതായത് 1-ാം തീയതി 6379 100 വന്നത്. 2-ാം തീയതി ആ നമ്പർ തിരിച്ച്
500-നകത്ത് 7963 500 വീണു. അതിനുശേഷം 3-ാം തീയതി എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ആ നമ്പർ വീണ്ടും 7963 500-നകത്ത് വന്നു. ശേഷം 4-ാം തീയതി ഞായറാഴ്ച ഇന്ന് അത് 1000-6793 പ്രൈസ് വന്നിട്ടുണ്ട്. ഇനി 2 പ്രൈസിൽ മാത്രമാണ് അത് കയറാനുള്ളത്. ഒന്ന് 2000-നകത്തും ഒന്ന് 5000-നകത്തും. അത് ഈ ആഴ്ച തന്നെ ആ ഒരു നമ്പറിൻ്റെ കറക്കത്തിന് പ്രൈസ് 5000 അടിച്ചിരിക്കും. യാതൊരു സംശയവും വേണ്ട. ആ നമ്പർ പ്രൈസിൽ ഉറപ്പായിട്ടും വീഴാൻ പോകുന്ന നമ്പറാണ്. ഇപ്പോൾ അത് 1000 വരെയാണ് പ്രൈസ് അടിച്ച് നിൽക്കുന്നത്. ഇനി വീഴാനുള്ള 2 പ്രൈസ് എന്ന് പറയുന്നത് 2000-ൻ്റെ പ്രൈസിനകത്തും 5000-ൻ്റെ പ്രൈസിനകത്തും മാത്രമാണ് ഇനി അതിനകത്ത് പ്രൈസ് വീഴാനുള്ളത്. അപ്പം ഈ ഒരു 2 പ്രൈസിലും ഉടനെ തന്നെ അത് വീഴുന്നതായിരിക്കും. ചിലപ്പോൾ നാളെ വീഴാം, അല്ലെങ്കിൽ ഈ ആഴ്ച അവസാനം ആ ഒരു നമ്പർ വീണിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ നാളെ ഇപ്പോൾ ടിക്കറ്റ് ഈ ആ നമ്പർ കണ്ടു, അതടിച്ചില്ല എങ്കിൽ പോലും ഈ ആഴ്ച അത് മിസ് ചെയ്യാതെ ആ നമ്പർ നോട്ട് ചെയ്ത് പിടിക്കുക. അത് നല്ലവണ്ണം പ്രൈസ് സാധ്യതയുള്ളൊരു നമ്പറാണ്. അപ്പം നിങ്ങൾ കണ്ടാലും അത് മറക്കാതെ തന്നെ എടുക്കുക. ഓക്കെ. അപ്പം നാളത്തെ ഞാൻ ഒത്തിരി നമ്പറുകൾ കാര്യമായിട്ട് പറയുന്നില്ല, കാരണം ഭയങ്കര നമ്മളിങ്ങനെ 5-6 നമ്പറുകൾ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഒരു നമ്പറിൻ്റെ തന്നെ ഒരു കറക്കം എടുക്കാൻ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ഷോർട്ടാക്കി ഇട്ടത്. അപ്പോൾ ഈ 6793 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ നാളെ 3979 3976 ആയിട്ട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക. അത് ഈ ആഴ്ച 5000 വരാൻ പോകുന്ന നമ്പറാണ്. നാളെ ചിലപ്പം 5000-ൽ വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ വിൻ ലോട്ടറിയാണ് തിങ്കളാഴ്ച. അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്പറിനകത്ത് ഉള്ള ടിക്കറ്റുകൾ എവിടെ കണ്ടാലും ആ ഒരു ടിക്കറ്റ് 2 മിനിമം എടുക്കാൻ ശ്രമിക്കുക. കാരണം ഒരു ടിക്കറ്റൊക്കെ എടുത്താൽ പ്രൈസ് കിട്ടിയാൽ ചിലപ്പോൾ അത് 5000-ലാണെങ്കിൽ 5000 മാത്രമേ കിട്ടുള്ളൂ. സാധാരണ നമ്പർ നല്ല ഓണക്ക് തന്നെ ഉള്ള ഒരു നമ്പറാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ ട്രൈ ചെയ്തെടുക്കുക. ഓക്കെ. അപ്പോൾ നാളെ ഈ ഒരു നമ്പറുകൾക്ക് പ്രൈസ് ഉണ്ടാകട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഞാനിതിൻ്റെ 2 കറക്കം എടുത്തിട്ടുണ്ട്, എനിക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രൈസ് വീഴട്ടെ, നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ പുതിയ ലോട്ടറിയിലെ കുറേയധികം ചാൻസുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.